മാസ്റ്റർ ക്ലാസ് സീരീസിന്റെ 5th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ റീസെന്റ് നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വാലിഡ് ആയിട്ടുള്ളത് എന്താണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ അത് എല്ലാവർക്കും വളരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അസൈൻമെന്റ്സ് എല്ലാവരും പ്രോപ്പർലി ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമന്റിൽ അപ്ഡേറ്റ് ചെയ്യട്ടോ. നിങ്ങൾ അസൈൻമെന്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്നൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിങ് സ്ട്രക്ചർ അല്ലെങ്കിൽ മേജർ സ്ട്രക്ചർ, മൈനർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചർ. സോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഇമ്പൾസീവായിട്ട് മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോഴാണ് മെയിൻലി സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിനുള്ളിൽ ഇന്റേണലി മൊമെന്റം ക്രിയേറ്റ് ചെയ്യുക. സോ ഇതിനെ ഡീറ്റെയിൽ ചെയ്ത് നമുക്ക് സ്ട്രക്ചറൈസ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വാലിഡ് ആയിട്ടുള്ള കണ്ടീഷനെയും ഇന്റേണലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ മാർക്കറ്റ് നോക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളൊരു എക്സിക്യൂഷൻ എടുക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള സിനാരിയോസിനെ എപ്പോഴും ലിക്വിഡിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ അതൊക്കെയാണ് നമ്മൾ ഇന്ന് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ തിയറി സെക്ഷൻ പ്രോപ്പർലി നോക്കിയിട്ട് നേരെ പ്രാക്ടിക്കലിലേക്ക് നമ്മൾ പോകും. സോ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, വീഡിയോയിലേക്ക് പോയാലോ. സോ നമ്മളിന്ന് മേജർ ആൻഡ് മൈനർ സ്ട്രക്ചർ ആണ് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്ട്രക്ചർ എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, അതേപോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്സ് സ്ട്രക്ചേഴ്സ് അറിയാമായിരിക്കും നിങ്ങൾക്ക് അല്ല. ഇൻറ്റേർണൽ ആൻഡ് മൈനർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്ട്രക്ചർ. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മേജർ ആൻഡ് മൈനർ സ്ട്രക്ചറാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്താണ് ഇതിലേതാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ ഏതിന് പ്രയോറിറ്റി കൊടുത്ത് ട്രേഡ് എടുത്താലാണ് പ്രോപ്പർലി നിങ്ങൾക്ക് അവിടെ നല്ലൊരു എക്സിക്യൂഷൻ അല്ലെങ്കിൽ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ടാർഗറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള തിയറി സെക്ഷനും പ്രോപ്പർ ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ചാർട്ടിലേക്കുള്ള സെഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ മേജർ ആൻഡ് മൈനർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ, വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ആണ് നമ്മൾ മെയിൻലി മൈനർ സ്ട്രക്ചേഴ്സ് മാറുക. അപ്പോൾ ഇവിടെ പ്രോപ്പർലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മേജർ സ്ട്രക്ചറിനെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു BOS ആയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, മേജർ സ്ട്രക്ചർ കറൻ്റ്ലി ഒരു BOS ആയിട്ട് പ്ലോട്ട് ചെയ്യാം. സോ മൈനർ സ്ട്രക്ചർ എന്താണ്, കറൻ്റ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹയർ ഹൈ. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരാണെങ്കിൽ എന്തായാലും പ്രീവിയസ് വീഡിയോസ് കണ്ടുവരാം, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇത് കണക്ട് ആവും. ഐബട്ടിൽ ഞാൻ എന്തായാലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ത്രൂ നമ്മുടെ സീരീസ് 1 മുതൽ കണ്ടുവന്നാലാണ് നിങ്ങൾക്ക് അത് ക്ലിയർ ആവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ നോക്കിയിട്ടുള്ള എന്താ, ബ്രേക്ക് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, പ്രോപ്പർലിയുള്ള ബ്രേക്ക് ഔട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത് വളരെ ഇമ്പൾസീവ് ആയിട്ടൊരു മൊമെൻറ്റം ആണെങ്കിൽ ഇതിനുള്ളിലാണ് പ്രോപ്പർലി എന്തുണ്ടാവുക, ഇൻറ്റേർണൽ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയാം അല്ലേ. ഇൻറ്റേർണൽ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുക. സോ അവിടെയാണ് നമുക്ക് പ്രോപ്പർലി ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ മാർക്കറ്റിൽ ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോപ്പർലി ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എഗെയിൻ താഴേക്കൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ്, അതെ. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. സോ ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്ക് ഇവിടെ ഒരു ബോസിന് കൊടുക്കാം കേട്ടോ. ഇൻറ്റേർണൽ സ്ട്രക്ചർ നമുക്കൊരു ബോസിന് കൊടുക്കാം. സോ പ്രോപ്പർലി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഇതൊരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറിലായിരിക്കും മാർക്കറ്റ് ഈ ഒരു രീതിയിലുള്ള കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിലാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. സിമെട്രിക്കൽ അങ്ങനെയുള്ള പാറ്റേൺസിൽ പല പല ലിക്വിഡിറ്റി ഗ്രാബ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാം, പല പല ട്രാപ്സ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ എപ്പോഴും ഉണ്ടാകുന്നത് ഇൻറ്റേർണൽ സ്ട്രക്ചറിലാണ്. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ പ്രോപ്പർലി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു, എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു, എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു. എന്താണ് കറൻ്റ്ലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? കറൻ്റ്ലി ഈ ഒരു അപ്പ് സൈഡിലേക്കുള്ള ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവലിൽ നിന്ന് അല്ല, ഈ ഒരു ലെവലിൽ നിന്നാണ് സ്ട്രോങ് ആയിട്ടൊരു അപ്പ് സൈഡ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിട്ടുള്ളത്. സോ അതിനുള്ളിൽ ഇവർ എന്തിനാണ് ഈ ഇൻറ്റേർണൽ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്? ശരിക്കും എന്തിനാണ് ശരിക്കും ഇൻറ്റേർണൽ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ മാനിപ്പുലേഷൻ നടക്കുന്ന കണ്ടീഷൻസ് നിങ്ങൾക്ക് അറിയാം അല്ലേ. ഒരു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻ ആണ് ഈ പറയുന്ന ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിൽ കൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻസ് ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചറൊക്കെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് മേജർ സ്ട്രക്ചറാണ്. മനസ്സിലായോ? മേജർ സ്ട്രക്ചറിൻ്റെ മേജർ ലോ എവിടെയാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഇവിടെ മേജർ ലോയും ഇതൊരു മേജർ ഹൈ ആണ്. സോ ഈ മേജർ ലോയിനെയും ഹൈനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇത് മനസ്സിലാക്കി വെച്ചാലാണ് നമുക്ക് എന്ത് കാര്യമുള്ളൂ, ഈ ഇൻറ്റേർണലി ഉണ്ടാകുന്ന മൊമെൻറ്റം എന്ത് കാരണം കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇനി ഇവിടെ എന്താണ് സംഭവിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളുള്ള ഡിസിഷൻസ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇത് പ്രോപ്പർലി നിങ്ങൾക്ക് ഒരു അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. എഗെയിൻ അതിനുള്ളിൽ
എന്താണ് ഇന്റേണലി മൊമെന്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിനെയും ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെയും നമ്മൾ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയും. സോ ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഇന്റേണലി മാർക്കറ്റ് അഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നിട്ട് അല്ലെ, അഗെയിൻ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്ന് എഗെയിൻ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ എഗെയിൻ ഇത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിലോ എഗെയിൻ ഇവിടെ എഗെയിൻ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് മാർക്കറ്റിന് ഇതിനുള്ളിൽ കൺസോളിഡേറ്റ് ചെയ്യുക. അപ്പോൾ കൺസോളിഡേഷൻ ഫേസസിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇന്റേണലി മൊമെന്റം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ മേജർ കണ്ടീഷൻസിനെ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും മേജർ സ്ട്രക്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അത് നമുക്ക് ഓൺഗോയിങ് ഞാൻ ചാർട്ടിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ മാർക്കറ്റ് എങ്ങനെയാണ് ഇന്റേണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ മേജർ സ്ട്രക്ചർ അല്ലെങ്കിൽ മൈനർ സ്ട്രക്ചർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. അപ്പോൾ വേറെ ഒന്നുമില്ല, സ്വിംഗ് സ്ട്രക്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അത് തന്നെയാണ് ഇന്റേണലി പലരും പല പേര് പറയുന്നത്. നമുക്ക് മേജർ ആൻഡ് മൈനർ ആയിട്ട് കൺസിഡർ ചെയ്യാം. മേജർ ലോ, മേജർ ഹൈ. ഓക്കെ, സോ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് പ്ലോട്ട് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് ഒന്നും കൂടെ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ട്രക്ചറിൻ്റെയൊക്കെ ഡൗട്ട് ഉള്ളവർക്ക് അത് ക്ലിയർ ആയി വരും. സോ ഇനി നമുക്കൊരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിൽ എന്താണ്, ഡൗൺ സൈഡിലേക്ക് ഇമ്പൾസീവ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലാവും? അപ്പോൾ ഇവിടെ പ്രോപ്പർലി ബ്രേക്ക് ഔട്ട് വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാം. അതിന് ശേഷം ഇന്റേണലി മാർക്കറ്റിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അഗെയിൻ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ. സോ ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇന്റേണലി തോന്നുക, ഓക്കെ ഫൈൻ, ഇതൊരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറാണ്. പക്ഷേ ഇവിടെ മേജർ സ്ട്രക്ചർ എവിടെയാണ്? മേജർ സ്ട്രക്ചർ എന്ന് പറയുന്നത് മേജർ ഹൈ ഇവിടെയാണ്, മേജർ ലോ ഇവിടെയാണ്. ഒരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ആർക്കാണ്? മേജർ ഹൈ. മേജർ ഹൈ ആണ് നമ്മളിപ്പോൾ ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുപോലെ മേജർ ലോ ആണ് നമ്മളെപ്പോഴും അപ്പ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ പ്രയോറിറ്റി കൊടുക്കണം. കാരണം അവനായിരിക്കും സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടെ മെയിൻലി എന്താണ് നടന്നിട്ടുള്ള ഇന്റേണൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും ചേഞ്ച് ഓഫ് ക്യാരക്ടർ നിങ്ങൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ചിലപ്പോൾ എന്താണ് ഇമ്പൾസീവ് മൊമെന്റം ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു അല്ലേ? അപ്പോൾ ഇത് നമുക്കൊരു ഐബോസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഇന്റേണൽ ബിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഇന്റേണൽ ബിയോസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഇന്റേണൽ ബിയോസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. സോറി, സോ ഇവിടെ നിന്ന് അതിന് ശേഷം ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെന്റം മാർക്കറ്റിന് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് എന്തുകൊണ്ടാണ്? കറന്റ് മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഡൗൺ സൈഡിലേക്കാണ്. ഹ്യൂജ് സെല്ല് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഇന്റേണലി മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ പ്രോപ്പർലി മാനിപ്പുലേഷൻസ് നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മനസ്സിലാവും? അപ്പോൾ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ഹൈയിൽ നിന്നും എഗെയിൻ, കാരണം ഇതെന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതൊരു ലോവർ ലോ ആണ്. വാലിഡ് ആയിട്ടുള്ള ഒരു ലോവർ ലോ ആണ് മേജർ സ്ട്രക്ചർ ഉണ്ടാവുക അല്ലേ? ഇതൊരു ലോവർ ഹൈ ആണ്. സോ ഈ ലോവർ ഹൈയിൽ നിന്ന് മാർക്കറ്റ് എഗെയിൻ ഡംപ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസസ്. ചില കേസസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഇമ്പൾസീവ് ആയിട്ട് മൂവ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. സോ അവിടെ കൂടുതൽ മാനിപ്പുലേഷൻസ് ഈ പറയുന്ന ലോവർ ഹൈസിലും മേജർ ഹൈസിലും ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് കൊണ്ടിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. സോ അതെന്താണെന്നുള്ളത് നമുക്ക് ചാർട്ടിലേക്ക് പോയിട്ട് ഇൻ ഡെപ്തിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും തിയറി സെക്ഷൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്റേണലി ഉണ്ടാകുന്ന ഐബോസ് ആയിട്ടും ICH ആയിട്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് ICH ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാർട്ട്സ് അങ്ങനെ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിൽ ഈ പറയുന്ന ടെംപ്ലേറ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സേവ് ആസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഐബോസ് എന്ന് പറഞ്ഞ് സേവ് ചെയ്ത് വെക്കുക. അതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒരു ട്രെൻഡ് ലൈൻ പ്ലോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കാം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഏതെങ്കിലും ചാർട്ടിലേക്ക് പോകാം. ഓക്കെ, സോ കറൻ്റ്ലി നമ്മൾ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം കാര്യങ്ങൾ. സോ ഇവിടെ കറൻ്റ്ലി മാർക്കറ്റിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർലി ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറാണ്. അപ്പോൾ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട എവിടെയാണ്? മേജർ ലോസിലാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ആ ഒരു ദിവസത്തിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് എന്താണ് ക്യാരക്ടർ? എപ്പോഴും മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സിറ്റുവേഷനിൽ നിങ്ങൾ ഏതെങ്കിലും ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് പ്രോപ്പർ പ്ലാൻസ് ഉണ്ടാവണം, ഹൈ ടൈം ഫ്രെയിം. അപ്പോൾ അതിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. മേജർ മൈനർ സ്ട്രക്ചർ വെച്ചിട്ട് ഇന്ത്യൻ സ്ട്രക്ചർ ഇട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു ട്രേഡ് എക്സിക്യൂഷനിലേക്ക് വരിക എന്നുള്ളത്. ട്രേഡ് എക്സിക്യൂഷൻ നിങ്ങൾ നോക്കണ്ട, എവിടെയാണ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവുക എന്നുള്ളത്, മാനിപ്പുലേഷൻസ് എങ്ങനെ നടക്കുന്നത്, നിങ്ങൾ എങ്ങനെ കൺഫ്യൂഷൻ ആവുന്നു, നിങ്ങളുടെ സെന്റിമെന്റ്സ് എങ്ങനെ മാറുന്നു, എങ്ങനെയാണ് മാർക്കറ്റിൽ നിങ്ങൾക്കൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രോപ്പർലി നമുക്ക് നോക്കാം. അതിനുശേഷം മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെന്റ് അല്ല, പ്രോപ്പർലി ഇവിടെ എന്താണെന്നോ അപ്പ് സൈഡിൽ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ മേജർ ആയിട്ടുള്ള ലോ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, മേജർ ആയിട്ടുള്ളൊരു ഹൈ എഗെയിൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. പ്രോപ്പർ ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറും മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നു. വാലിഡ് ആയിട്ടുള്ളൊരു ബിയേഴ്സും നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ? പ്രോപ്പർ ബിയേഴ്സ് നമുക്കിവിടെ കാണാം. സോ എഗെയിൻ ഇപ്പം എന്താ സംഭവിക്കാൻ നോക്കാം.
കണ്ടോ? വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു ഡൗൺ സൈഡ് മൊമെന്റം തന്നു. കറന്റ്ലി ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ബ്രേക്ക്ഔട്ട് ക്രിയേറ്റ് ചെയ്തു. മേജർ ആയിട്ടുള്ള ലോയിൽ എന്ത് സംഭവിച്ചു? അതിന് താഴെ പ്രോപ്പർലി ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? മേജർ ആയിട്ടുള്ള ലോ എഗെയിൻ ഡൗൺ സൈഡിലേക്ക് വന്നു. പക്ഷേ ക്യാരക്ടർ പ്രോപ്പർലി മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കറന്റ്ലി സ്ട്രോങ് ആരാണ്? നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ഗ്രീൻ കളർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കറന്റ്ലി ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് മേജർ ഹൈ ആണ്. അപ്പോൾ മേജർ ഹൈയിലേക്ക് വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം. ഓൺ ഗോയിങ് നമ്മൾ പ്രീമിയം ഡിസ്കൗണ്ട് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി പറയാം. എവിടെയാണ് എൻട്രി എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൺ ഗോയിങ് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇത് പ്രോപ്പർലി നിങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? ഇപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ബ്രേക്ക്ഔട്ട് അവിടെയാണ്. ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എടുക്കുന്ന ബ്രേക്ക്ഔട്ടുകൾ ക്യാൻഡിലിൻ്റെ ക്ലോസ് തന്നെ നോക്കണം എന്നില്ല. നിങ്ങൾക്ക് വിക്കിനെയും ഇൻറ്റേർണൽ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രോപ്പർലി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു അഗ്രസീവ് കണ്ടീഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഒരു ഐബോസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? കണ്ടോ? പ്രോപ്പർലി എഗെയിൻ മാർക്കറ്റിൽ ഒരു ബ്രേക്ക്ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഐബോസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ബ്രേക്ക്ഔട്ട് മാർക്കറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് കറന്റ്ലി ഇവിടെ സിറ്റുവേഷൻ? ഇവിടുത്തെ ആ ഒരു സെന്റിമെന്റ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ഈ ഒരു ക്യാൻഡിലേക്കാണ്. കാരണം നിങ്ങളുടെ സെന്റിമെന്റ്സ് എപ്പോഴും ക്യാൻഡിൽസിലേക്കാണ് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ നോക്കുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിൽ ഒരു മേജർ ഹൈ നമുക്കറിയാം. സോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രോപ്പർലി ഇതൊരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിൽ നിൽക്കുന്ന കണ്ടീഷനാണ് അല്ലേ? പ്രോപ്പർലി ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുള്ള ഹയർ ഹൈനെ അതുപോലെ ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്ത് കറന്റ്ലി ഇതിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇവിടെ നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ ഡയറക്റ്റ് ഡൗൺ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ. കാരണം മാർക്കറ്റ് ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചർ കൺഫർമേഷൻ തന്നേക്കാണ് അല്ലേ? അപ്പോൾ ഇന്റേണലി ഇതേപോലെയുള്ള ബ്രേക്ക്ഔട്ടും അഗ്രസീവ് ക്യാൻഡിൽസും കാണുന്ന സമയത്ത് നിങ്ങൾ അവിടെ എന്താണ് ഈ പറയുന്ന കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ എപ്പോഴും ഉണ്ടാവും. അതൊരിക്കലും നിങ്ങൾ നോക്കരുത്. നമ്മൾ മെയിനായിട്ട് നമ്മളെ സിസ്റ്റത്തിനെ ട്രസ്റ്റ് ചെയ്യാം. മനസ്സിലായോ? എഗെയിൻ ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം. കണ്ടോ? എഗെയിൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല. ഈ സ്ട്രക്ചറിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടാവുന്ന സെന്റിമെന്റ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കണ്ടോ? ഇത്രയും വലിയ ക്യാൻഡിലുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്? റീറ്റെയിലേഴ്സിന് പറ്റുമോ? നിങ്ങൾ അത്ര ആലോചിച്ചാൽ മതി. റീറ്റെയിലേഴ്സിന് ഇതേപോലെ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. സോ അങ്ങനെ ഇതേപോലെയുള്ള സെന്റിമെന്റ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ സെന്റിമെന്റ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലേ? ഇവിടെ നിങ്ങളൊരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കാണുമ്പോൾ ഇത്രയും ഹ്യൂജ് മർബോസ് ക്യാൻഡിൽസ് കാണുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ള സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത് മനസ്സിലാക്കുക നിങ്ങൾ എല്ലാവരും പ്രോപ്പർലി. ഇത് മനസ്സിലാക്കുക. ഇത് പ്രോപ്പർലി ഇൻറ്റേർണലി ഉള്ള മൂവ്മെൻ്റ് ആണ്. ഇൻറ്റേർണൽ മൂവ്മെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ഒരു സിറ്റുവേഷൻ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. മേജർ കീ ലെവലിലേക്ക് വെയിറ്റ് ചെയ്യുക. കീ ലെവൽ ഓൺ ഗോയിങ് നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ റിയാക്ട് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. എഗെയിൻ കണ്ടോ? പ്രോപ്പർലി എന്താണ് ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ മാർക്കറ്റ് എന്ത് ക്രിയേറ്റ് ചെയ്തു? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. യെസ് ഓർ നോ? യെസ്, നൈസ്. ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടോ? സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? വളരെ നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു മൊമെൻറ്റവും ഇനി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മൊമെൻറ്റവും തമ്മിലുള്ള ചേഞ്ചസ്. ഇമ്പൾസീവ് ക്യാൻഡിൽസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഇമ്പൾസീവ് ക്യാൻഡിൽസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇമ്പൾസീവ് ഡൗൺ സൈഡ് ക്യാൻഡിൽസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി ആഫ്റ്റർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ. കണ്ടോ? അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിൽ ഉണ്ടാവുന്ന കണ്ടീഷൻ നമുക്ക് ഇവിടെ അറിയാം. ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യും. കാരണം എന്താണ്? സിമ്പിൾ സ്ട്രക്ചർ. മെയിൻലി നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് മേജർ ആണ് അല്ലേ? ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. സോ ഇതാണ് നമ്മൾക്ക് നെക്സ്റ്റ് മേജർ കണ്ടീഷനിൽ നമുക്കുള്ള പ്ലാൻ. സോ അതിൽ ഇൻറ്റേർണൽ കൺഫർമേഷൻസ് ഇതേപോലെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. സോ ആ ഒരു സിറ്റുവേഷൻസിൽ ഇമ്പൾസീവ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസിൽ ഇതേപോലെ ഇൻറ്റേർണലി മൂവ്മെൻറ്റത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻസ് ഈ പറയുന്ന പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ലെവൽസിലൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആദ്യമായിട്ട് പ്രീമിയം ഡിസ്കൗണ്ട് കേൾക്കണമെങ്കിൽ പാനിക് ആവണ്ട. നമുക്ക് ഇതിൻ്റെ ടോപ്പിക് അടുത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പിക്സ് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. സോ എഗെയിൻ ഇവിടെ എന്താ സംഭവിച്ചത്? വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ? യെസ്. അപ്പോൾ എഗെയിൻ ഇവിടെ പ്രോപ്പർലി എന്ത് ചെയ്തിട്ടുണ്ട്? വാലിഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ഇൻറ്റേർണൽ BOS മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇവിടെ പ്രോപ്പർലി ഇൻറ്റേർണൽ BOS മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. യെസ്. ഇതൊരു ബ്രേക്ക് ഔട്ടാണോ? നോ. കാരണം ഇതൊരു വീക്കാണ് അല്ലേ? കറൻ്റ്ലി മേജർ ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മേജർ ലോയിനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ് മേജർ ഹൈ എവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാം. കറൻ്റ്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. മനസ്സിലായോ? ഒരിക്കലും എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു മിസ്റ്റേക്ക് മേജർ ഹൈ നമ്മൾ ഈ ഒരു ലെവലിലേക്ക് പോയി കൺസിഡർ ചെയ്യും.
എപ്പോഴാണോ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു പ്രോപ്പർ വാലിഡ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇതിപ്പോൾ ഒരു വാലിഡ് ബ്രേക്ക് ഔട്ട് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് പ്ലോട്ട് ചെയ്യാം പ്രോപ്പർലി. വാലിഡ് ആയിട്ടൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാം അല്ലേ? വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിയർ ഈ പറയുന്ന മേജർ ലെവലിനെ കൺസിഡർ ചെയ്ത്, കാരണം എന്താണ്, കറണ്ട്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇന്റേണൽ മൊമെന്റം, ഇന്റേണൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാത്രമാണ് ഇവിടെ മാനിപ്പുലേഷൻസ് എഗെയിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇത് ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലോട്ട് ചെയ്യുക, എന്നാൽ മാത്രമാണ് മുമ്പോട്ട് പോയിട്ട് കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ മേജർ ഹൈ എവിടെയാണ്? കറണ്ട്ലി ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സ്വിംഗ് ഹൈ എവിടെയാണ്? ഇതല്ലേ? സോ ഇതിനെയാണ് കറണ്ട്ലി നമ്മൾ മേജർ ഹൈ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെയാണ് പ്രോപ്പർലി ഒരു ട്രെൻഡ് റിവേഴ്സൽ, ക്യാരക്ടർ ഷിഫ്റ്റ് നമുക്ക് ഇന്റേണലി കിട്ടിയിട്ടുള്ളത്. ക്യാരക്ടർ ഷിഫ്റ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് ഞാൻ പറയാനുള്ള, പ്രോപ്പർലി ഈ പറയുന്ന സ്വിംഗ് ഹൈസ് ആയിരിക്കും നമ്മളെപ്പോഴും മേജർ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. കണ്ടോ, ഇവിടെ ഉണ്ടായിട്ടുള്ള സ്വിംഗ് ആണ് മേജർ ഹൈ. എഗെയിൻ പുതിയൊരു മേജർ ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ? പ്രോപ്പർ വാലിഡ് ബ്രേക്ക് ഔട്ട് ഇവിടെയാണ് അല്ലേ? എഗെയിൻ മാർക്കറ്റിൽ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. യെസ്, ഇവിടെ എന്താ സംഭവിച്ചത്? പ്രോപ്പറായിട്ട് പുതിയൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ്. എഗെയിൻ ഇവിടെ ഒരു വാലിഡ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മേജർ ആയിട്ടുള്ള ഹൈ എവിടെയാ? ഇവിടെ എത്തി. കണ്ടോ, മേജർ ആയിട്ടുള്ള ഹൈ ഇവിടെ എത്തി. യെസ്, കറണ്ട്ലി ഇപ്പോഴും മാർക്കറ്റ് എന്താണ്? ഒരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? യെസ്, ഇവിടെ കറണ്ട്ലി എന്താണ് ചെയ്തിട്ടുള്ളത്? ട്രെൻഡ് റിവേഴ്സൽ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തു. മേജർ ഹൈ ഇവിടെയാണ്. ഇനി നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ആർക്കാണ്? മേജർ ലോയിനാണ് നമ്മൾ പ്രയോറിറ്റി, കാരണം എന്താ? ട്രെൻഡ് റിവേഴ്സ് ആയിട്ടുണ്ട് അല്ലേ? മേജർ ലോയിനാണ് നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇവിടെ എന്താണ്? പ്രോപ്പർലി വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്റേണൽ അല്ല, വാലിഡ് ആയിട്ടുള്ള ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അഗെയിൻ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ പ്രോപ്പർലി ഒരു ഇന്റേണൽ സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ? അതിനുള്ളിൽ ഒരു ഇന്റേണൽ സ്ട്രക്ചർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി നോക്കും. ഇതൊരു ഐബോസ് ആണോ? അതെ, ഇങ്ങനെയുള്ള ഇന്റേണൽ മൂവ്മെൻറ്റം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോപ്പർലി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രോപ്പർലി എന്താണ് അവിടെ അത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. സോ അതൊക്കെ നല്ല രീതിയിൽ എന്താണ് മാനിപ്പുലേഷൻസ് വരാനുള്ള ചാൻസസ് ഹൈ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോപ്പർലി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഒരു ഡൗൺ ട്രെൻഡിങ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങളിവിടെ എക്സ്ട്രീംലി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർലി കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പറയാം. എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. സോ ഈ ഒരു സിറ്റുവേഷൻസിൽ ഇമ്പൾസീവ് മൊമെൻറ്റം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇന്റേണലി മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ള കണ്ടീഷനെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രോപ്പർലി അതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുക, അവിടെ ഓപ്പർച്യൂണിറ്റി, നിങ്ങളിപ്പോൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നോക്കണ്ട, നിങ്ങൾ സിസ്റ്റം പഠിച്ചു വരാം. ഇതിന് ശേഷമാണ് നമ്മൾ ഇവിടെ പ്രോപ്പർലി കൺഫർമേഷൻ എടുക്കുന്ന കണ്ടീഷൻ, എവിടെയാണ് എൻട്രി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻട്രി മോഡൽസ് ഉണ്ട്. സോ അതിലേക്കൊക്കെ നമ്മൾ വരാം. പ്രോപ്പർലി നിങ്ങൾ കാര്യം നമ്മൾ ഈ പറയുന്ന ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം ഇപ്പോൾ ഓപ്പർച്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ചിന്തിക്കണം. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും അതായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ അതൊന്ന് വെയിറ്റ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ ഓൺഗോയിങ് അതൊക്കെ പഠിച്ചു വരാം. സോ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ പ്രോപ്പർലി എന്ത് ചെയ്തു? മാർക്കറ്റ് ഈ ഒരു ലെവലിൽ പ്രോപ്പർലി ഉള്ളൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം അല്ലേ? വാലിഡ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ നമുക്ക് വേണ്ട നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മേജർ ലോ. ഇവിടെ ഒരു അപ് ട്രെൻഡിങ് സ്ട്രക്ചറാണ് കറണ്ട്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ മേജർ ലോയും മേജർ ഹൈയും മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരാ വാല്യൂ കൊടുക്കാം? കറണ്ട്ലി അപ് ട്രെൻഡിങ് സ്ട്രക്ചറാണ്, നമ്മളെപ്പോഴും മേജർ ലോയിനെയാണ് കൺസിഡർ ചെയ്യുക. സോ എപ്പോഴും ഡിസ്കൗണ്ട് ആണ് നമ്മൾ നോക്കുക, അല്ലെങ്കിൽ ബൈങ് ഓപ്പർച്യൂണിറ്റി മേജർ ലോ ലെവലിലേക്കാണ് നോക്കേണ്ടത്. സോ ഇന്റേണൽ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റ് എന്ത് ചെയ്യാണ്? പല ടൈപ്പ് മാനിപ്പുലേഷൻസ് മാർക്കറ്റിൽ നടക്കുക അല്ലേ? ഇവിടെ നോക്കിയാൽ പ്രോപ്പർലി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ കാണാം അല്ലേ? എന്ത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ? ഇന്റേണൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അല്ലേ? ഇവിടെ ഒരു ഐബോസ് നമുക്ക് കാണാം. പ്രോപ്പർലി ഇവിടെ ഒരു ഇന്റേണൽ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമുക്ക് കാണാം. എഗെയിൻ ഉണ്ടോ? അപ്പോൾ ഇത് ഇവിടെ നമ്മൾ വിക്ക് ബേസ് ചെയ്ത് നോക്കിയാലും ഇന്റേണലി വിക്ക് ബേസ് ചെയ്ത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. BOS നിങ്ങൾക്ക് വിക്ക് ബേസ് ചെയ്തിട്ട് നോക്കാം. അവിടെ നിങ്ങൾ എപ്പോഴും മേജറിലാണ്, മേജർ സ്ട്രക്ചേഴ്സിലാണ് നിങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള വാലിഡ് BOS അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാത്ത സിറ്റുവേഷൻസ് എല്ലാ ബ്രേക്ക് ഔട്ട്സും നിങ്ങൾക്ക് ഇന്റേണലി BOS ആയിട്ട് CH ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾ എപ്പോഴും നോക്കുക, വാലിഡ് ആയിട്ടുള്ള കണ്ടീഷൻ നോക്കുക. കാരണം നമുക്ക് എന്തായാലും ഇത് എടുക്കാം ബ്രേക്ക് ഔട്ട് ആയിട്ട്. ഇവിടെ നമുക്ക് പ്രോപ്പർലി ഒരു ബ്രേക്ക് ഔട്ട് തന്നു, മാർക്കറ്റിംഗ് എന്ത് ചെയ്യാണ്? യെസ്, വളരെ ഇമ്പൾസീവ് ആയിട്ട് അതിന് ശേഷം മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ മേജർ ആയിട്ടുള്ള ഹൈ എവിടെയാണ്? മേജർ ആയിട്ടുള്ള ഹൈ എഗെയിൻ പുതിയൊരു ലെവലിലേക്ക് വന്നു. മേജർ ആയിട്ടുള്ള സ്വിംഗ് ലോ എവിടെയാണ്? സ്വിംഗ് ലോ എവിടെയാണ്? ഇവിടെയാണ് അല്ലേ? സ്വിംഗ് ലോ എവിടെയാണ്? ഇതൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? വാലിഡ് ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? യെസ്, പ്രോപ്പർലി ഒരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് നോക്കാം. യെസ്, പ്രോപ്പർലി ഇവിടെ എന്താ സംഭവിച്ചത്?
എഗെയിൻ മാർക്കറ്റിലൊരു ഇന്റേണൽ ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിലും ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇവിടെയും എന്ത് സംഭവിക്കാം? അഗെയിൻ ഇവിടെയും ഒരു ഐബോസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ കറന്റ് എന്താണ് സിറ്റുവേഷൻ? ഗ്രീൻ. നമ്മൾ കറന്റ് അപ് ട്രെൻഡിങ് സ്ട്രക്ചറിലാണ്. ഇവിടെ വന്ന മാർക്കറ്റ് എന്ത് സംഭവിക്കാനാണ് പോസിബിലിറ്റി? ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. മനസ്സിലായോ? ഇതാണ് പ്രോപ്പർലി മാർക്കറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. അപ് ട്രെൻഡിങ് സ്ട്രക്ചറിൽ മേജർ ലോസ് വളരെ സ്ട്രോങ് ആയിരിക്കും. മനസ്സിലായോ? സോ നോക്കാം. പ്രോപ്പർലി എഗെയിൻ ഇവിടുന്ന് അപ്പ് സൈഡിലേക്ക് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് പ്രോപ്പർലി അഗ്രസീവായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്ത് ക്രിയേറ്റ് ചെയ്യുള്ളൂ? ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്റേണൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെവിടെയാണ്? ഇതൊരു ഒറ്റ മൂവ്മെന്റ് ആണ് അല്ലേ? ഡൗൺ സൈഡിലേക്കുള്ളത്. ആ ഒരു ഒറ്റ മൂവ്മെന്റത്തിൽ നമുക്ക് ഇവിടെ ഒരു ഇന്റേണലി ഉള്ള ബിയോസ് നോക്കാം അല്ലേ? ഇതൊരു ഇന്റേണൽ ബിയോസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഇവിടെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്റേണൽ സി എച്ച് ആയിട്ടും കൺസിഡർ ചെയ്യാം. അതിനുശേഷം ഇവിടെ പ്രോപ്പർലി എന്താണെന്നോ? പ്രോപ്പർലി ഇന്റേണൽ ബിയോസ് തന്നെ അവിടെ സംഭവിച്ച് മുകളിലേക്ക് പോവാണ് അല്ലേ? നോക്കാം. അപ്പം ഇത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ? വാലിഡ് ആയിട്ടുള്ള സ്വിംഗ് ഹൈ ബ്രേക്ക് ഔട്ട് ആണോ? അല്ല അല്ലേ? ഇത് കറന്റ് എന്താണ്? ജസ്റ്റ് അതൊന്ന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യണം. അഗെയിൻ ഇവിടെ വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് ആണോ? നോ അല്ലേ? ആണോ? അതെങ്ങനെയാണ്? നിങ്ങൾക്ക് ഈ ഒരു മാഗ്നറ്റിക് ടൂൾ യൂസ് ചെയ്യാം കേട്ടോ. മാഗ്നറ്റിക് ടൂൾ യൂസ് ചെയ്ത് പ്രോപ്പർലി ആ ഒരു വിക്ക് നിങ്ങൾക്ക് നോക്കാം. ബോഡി ക്ലോസ് നോക്കാം. യെസ് ഫൈൻ. ഇത് നമുക്കൊരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യാം. മേജർ ഹൈ ഇങ്ങോട്ട് വന്നു, മേജർ ഹൈ ഇങ്ങോട്ട് വന്നു. മേജർ ലോയോ? മേജർ ലോ ഈ പറയുന്ന ലെവലിലേക്ക് വന്നു. വാലിഡ് ബിയോസ് എവിടെ വന്നു? പ്രോപ്പർ വാലിഡ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റിൽ ഇവിടെ കയറിയിട്ടുണ്ട്. യെസ്, നൈസ്. ഇനി എവിടെയാണ്? സോ എഗെയിൻ മാർക്കറ്റ് ഇവിടെ ലോ ക്രിയേറ്റ് ചെയ്തു, പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതും ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്. കറന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ലോ എന്ന് പറഞ്ഞാൽ മേജർ ആയിട്ടുള്ള ഹൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. വാലിഡ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടോ? ഉണ്ട് അല്ലേ? പ്രോപ്പർലി വാലിഡ് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റിൽ ഇവിടെ ഉണ്ട്. സോ ഇന്റേണൽ സ്ട്രക്ചർ മാർക്കറ്റിൽ മൾട്ടിപ്പിൾ ടൈംസ് എപ്പോഴും ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും വരുന്നില്ല ഇമ്പൾസീവ് മൊമെന്റം. കണ്ടോ? ഇമ്പൾസീവ് മൊമെന്റം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇമ്പൾസീവായിട്ട് സ്ട്രോങ് ആയിട്ട് നല്ലൊരു ആക്ടിവിറ്റി മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അതിനുശേഷം ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ പ്രോപ്പർലി ഇന്റേണലി മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലായിരിക്കുള്ളൂ ഇതിന് അപ്പ് സൈഡിലേക്ക് പോകാനുള്ള ഫ്യൂവൽ ഉണ്ടാവുള്ളൂ. അത്ര നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ മനസ്സിലായോ? ഇന്റേണലി മാർക്കറ്റ് ഇവിടെ നിന്ന് ഇമ്പൾസീവായിട്ട് മൊമെന്റം ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെന്റം താഴേക്ക് വരുമ്പോൾ ലോജിക്കലി അവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു. ലോജിക്കലി അവിടെ എന്താ സംഭവിക്കുന്നത്? ലോജിക്കലി ഈ പറയുന്ന ഇവിടെ നിന്ന് ബൈ ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ ഇവിടെ സെല്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടായിരിക്കും അവിടെ അത്രയും ഇമ്പൾസീവ് ആയിട്ട്. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലുള്ള മൊമെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരവിടെ എന്ത് ചെയ്തിട്ടില്ല? സെല്ല് ചെയ്തിട്ടില്ല അല്ലേ? അവിടെ പ്രോപ്പർലി അക്യുമുലേഷൻ സ്റ്റേജിലാണ്. മേ ബി എഗെയിൻ മാർക്കറ്റിൽ ഈ പറയുന്ന ലെവലിൽ നിന്ന് ഒരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. അതാണ് കാരണം ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട തിയറി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലാവും? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണലിന് ഒപ്പം തന്നെ ഇവിടെ ഉണ്ടാവുന്ന സ്റ്റോറി ലൈനും കൂടെ നിങ്ങൾ പ്രോപ്പർലി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സെഗെയിൻ ഇതാണ് കറന്റ് എഗെയിൻ പിന്നെയും ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങളിത് വർക്കൗട്ട് ചെയ്യുക. ഞാൻ എപ്പോഴും പറയും, നമ്മൾ അസൈൻമെന്റ്സ് ലാസ്റ്റ് അസൈൻമെന്റ്സ് എല്ലാവരും പ്രോപ്പർലി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചെയ്തിട്ടുള്ളവരെ എല്ലാവരും കമന്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. എസ് എന്ന് പറഞ്ഞൊന്ന് കമന്റ് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. അപ്പോൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് മിനിമം ഒരു 6 month എങ്കിലും ഇതേപോലെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ റീസെൻ്റ്ലി മാർക്കറ്റിൽ വന്നിട്ടുള്ളവരുണ്ടാവും, എനിക്ക് മാർക്കറ്റിൽ എക്സ്പീരിയൻസ് കുറവാണ് എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. മാർക്കറ്റിൽ ഒരിക്കലും എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്നോ നാളെയോ വന്നിരിക്കുന്ന ഒരാൾ ഒരു വർഷം കൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്നല്ല. പ്രീവിയസ് മാർക്കറ്റിനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇപ്പോൾ നിങ്ങളിവിടെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ റീപ്ലൈ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ ഒരു സെൻറ്റിമെൻറ്റ്സിൻ്റെ കാര്യം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ? അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മളിവിടെ പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മേജർ ലോ ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു മേജർ ലോയിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ആ സെൻറ്റിമെൻറ്റ്സിലേക്ക് വരാം. മനസ്സിലായോ? സെൻറ്റിമെൻറ്റ്സിലേക്ക് വരാം. പ്രോപ്പർലി എന്താണ്? ഇതൊരു മേജർ ലോ ആണ്. ഈ മേജർ ലോയിലേക്ക് വന്ന സിറ്റുവേഷൻസിൽ പ്രോപ്പർലി സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലാണ് ഇവിടെ കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സിൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ എന്താവില്ല, അവിടെ ഓപ്പർച്യൂണിറ്റി അപ്പ് സൈഡിലേക്ക് എടുക്കാനുള്ള സെൻറ്റിമെൻറ്റ്സ് അല്ല അവിടെ ക്യാൻഡിൽസ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ അതിൻ്റെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം.
സോ എപ്പോഴും നമ്മളുടെ പ്രോസസ്സിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കണ്ടോ, അതിനുശേഷം മാർക്കറ്റ് എങ്ങനെയാണ് പമ്പ് ചെയ്തത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കണ്ടോ, ഈ വന്ന ടൈം പീരീഡും ഈ പോയ ടൈം പീരീഡും എത്ര ടൈം എടുത്ത് ഇങ്ങോട്ട് താഴെ വരാൻ? 11 മണി തൊട്ട് 11:36 വരെയാണ് മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടുള്ളത്. 11:36 മുതൽ ജസ്റ്റ് 11:56 മാർക്കറ്റ് ഈ പറയുന്ന ഇത്രയും ടൈമിൽ എടുത്തിട്ടുള്ള മൊമെൻറ്റത്തിനെ ക്രോസ് ചെയ്യാനായിട്ട് വളരെ ചെറിയ ടൈമാണ് എടുത്തിട്ടുള്ളത് അല്ലേ. അതാണ് കറക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോക്കി നിങ്ങൾ പിന്നെ ഒരു അപ്സൈഡിലേക്കുള്ള മൈൻഡ് സെറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല. നിങ്ങൾ ഇവിടെ എത്തുമ്പോഴായിരിക്കും സെൻറ്റിമെൻറ്റ്സ്, ക്യാൻഡിൽസിലേക്കുള്ള സെൻറ്റിമെൻറ്റ്സ് നോക്കി ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണ്, ഇവർക്ക് ഇവിടെ ആയിരിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് അവിടെ ഉണ്ടാവുക. സോ ആ സമയത്ത് ഇത് നിയർ ടാർഗറ്റ് എത്തി. സോ അടുത്തൊരു കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാവാം. മനസ്സിലായോ? കണ്ടിന്യൂ ചെയ്യാനുള്ള. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഡിസിഷൻ എടുക്കാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും വർക്കൗട്ട് ചെയ്യുക. മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബെറ്റർ ആണ്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൻ്റെ ഒക്കെ ഫ്രീ വേർഷൻ നിങ്ങൾക്ക് 1 മന്തിലേക്കൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ ഓൺ ഗോയിങ് നിങ്ങൾ പെയ്ഡ് വേർഷൻ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം. ത്രൂ ഔട്ട് നിങ്ങൾക്ക് പ്രീമിയം എടുക്കണമെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ്. നിങ്ങളത് യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിനെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. മാക്സിമം നിങ്ങൾ എല്ലാവരും ബാക്ക് ടെസ്റ്റ് ചെയ്യട്ടെ. എനിക്കതാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇത് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്ന് 2-3 ചാർട്ട് കാണിച്ചു തന്നുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റിലായിരിക്കും ഉണ്ടാവുക. സോ എല്ലാവരും നമ്മൾ ഇന്ന് പഠിച്ച കാര്യം ബാക്ക് ടെസ്റ്റ് ചെയ്യുക, പ്രോപ്പർലി നോട്ട്ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യം, നമ്മളിപ്പോഴും എൻട്രിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. നമ്മൾ സിസ്റ്റത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വിംഗ് സ്ട്രക്ചറും മേജർ സ്ട്രക്ചറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു ഐഡിയ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ടത്? ഓപ്പർച്യൂണിറ്റി. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്കിനി കുറച്ച് ആൾക്കാരും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ഓൺ ആവാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വന്നതിന് ശേഷം ഇനി നമുക്ക് എന്തൊക്കെയാണ് ലിക്വിഡിറ്റി, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഇതിൽ ആഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോപ്പർലി മേജർ ആൻഡ് മൈനർ സ്ട്രക്ചർ എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എല്ലാവരും പ്രോപ്പറായിട്ട് അസൈൻമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. കാരണം നിങ്ങളുടെ റിസൾട്ട് അവിടെ ആട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. ഇനി നമ്മളെ നെക്സ്റ്റ് വീഡിയോ വരുന്ന സമയമുണ്ട്. ആ സമയം വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ വർക്കൗട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്ക് എന്താണെന്നുള്ള ക്വസ്റ്റൻ ഉണ്ടാവും അല്ലേ. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഹൈ, സ്ട്രോങ് ലോ, വീക്ക് ഹൈ, വീക്ക് ലോ. അപ്പോൾ ഇത് എന്താണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഉണ്ടാണ് കാര്യം. സ്ട്രോങ് ഹൈ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റിൽ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ ഈ ഹൈനെ പ്രൊട്ടക്ട് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ സ്റ്റോപ്പ് ലോസ് അതിന് താഴെ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റിൽ പല കണ്ടീഷൻസ് ക്രിയേറ്റ് ആവാം. സോ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ഹൈ ആൻഡ് സ്ട്രോങ് ലോ, വീക്ക് ഹൈ ആൻഡ് വീക്ക് ലോ, ഇതാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്ന കാര്യം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട, ബെല്ലൈക്കൻ ടാപ്പ് ചെയ്ത് വെച്ചോ. അപ്പോൾ നമ്മളെ പ്രോപ്പർലി സീരീസ് ഓഫ് വീഡിയോസ് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ് ഓഫ്.